ഇത് വന്നിട്ട് 2015 ഓൾട്ടോ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ഇത് വന്നിട്ട് 2012 ഓൾട്ടോ LXi ആണ്. പവർ സ്റ്റിയറിംഗ് AC. 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് വന്നിട്ട് 2017 എർട്ടിക VXi സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് വന്നിട്ട് കേട്ടൻ LXi 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പാണ്. ബ്രസ CNG ആണല്ലേ? CNG ആണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ബ്രസ LXi സിംഗിൾ ഓണർഷിപ്പ് 2017 വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. വണ്ടി മാനുവൽ അല്ലേ? മാനുവൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് പോപ്പുലർ ട്രൂ വാല്യൂവിലാണ്, മണ്ണന്തല ഷോറൂമിൽ. പോപ്പുലർ ട്രൂ വാല്യൂവിൻ്റെ ഇഷ്ടംപോലെ വണ്ടികളെ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വിഷ്ണു ഉണ്ട്. വിഷ്ണു, വീഡിയോയുടെ സ്വാഗതം. അപ്പം എന്താണ് ഓണം പ്രമാണിച്ച് എന്തൊക്കെയുണ്ട്? ഓണം പ്രമാണിച്ച് നമുക്ക് 150 പരം വാഹനങ്ങളാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 50,000 തൊട്ട് 15 ലക്ഷം വരെയുള്ള വാഹനങ്ങളാണ് നമ്മളിവിടെ ഇപ്പം നിലവിലുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന് വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് 5,000 രൂപ ആക്സസറീസ് ഓഫറും പിന്നെ ക്യാഷ് ഡിസ്കൗണ്ടും 5 ലിറ്റർ പെട്രോളും കൂടെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് പറഞ്ഞ കസ്റ്റമേഴ്സിനും അഡീഷണൽ 5 ലിറ്റർ പെട്രോളും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മണ്ണന്തലയിലാണ്. അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. അപ്പോൾ നേരെ ഓൾട്ടോ തുടങ്ങാം. ഓൾട്ടോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2012 ഓൾട്ടോ LXi ആണ്. പവർ സ്റ്റിയറിംഗ് AC. ഓക്കെ, LXi അല്ലേ? വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ഓടിയിട്ടുള്ളൂ? 2 കിലോമീറ്റർ ആണോ? അതെ അതെ. ഓക്കെ, ടയർ ഓൾമോസ്റ്റ് ഒരു 80% ടയറുണ്ട്. ചെറുതായിട്ട് പെയിൻറ്റിൻ്റെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? വേറെ ഇഷ്യൂ ഒന്നുമില്ല വണ്ടി. ഓക്കെ, സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. AC പവർ സ്റ്റിയറിംഗും വരുന്ന വണ്ടി അല്ലേ? അതെ അതെ, സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2012 വണ്ടി. അപ്പോൾ 27 ടെസ്റ്റ് വരും. അതെ. അപ്പം എങ്ങനെയാണ് പ്രൈസ്? ഇതിൻ്റെ വില ഭാഗം വന്നിട്ട് 1,25,000 രൂപയാണ് വരുന്നത്. 1,25,000. അതെ, 12. നെക്സ്റ്റ് ഓൾട്ടോ 800 എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2015 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് AC. സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. അതെ. ഓക്കെ, LXi വേരിയൻ്റ് അല്ലേ? LXi വേരിയൻ്റ് ആണ്. വേറെ മേജർ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ മേജർ റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ അല്ലേ? അതെ. സർവീസ് എങ്ങനെയാണ്? സർവീസ് കമ്പനി സർവീസ് ആണോ? അതെ അതെ, കമ്പനി സർവീസ് ആണ് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട് ഉടനെ. അത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ വില ഭാഗം വന്നിട്ട് 1,80,000 രൂപയാണ് വരുന്നത്. 1,80,000 ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണോ? ചെറിയ വേരിയേഷൻ. ഫിനാൻസോ? ഫിനാൻസ് നമുക്കൊരു 4.5 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റും. വിഷ്ണു, നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൻ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് കേട്ടൻ LXi 2013 മോഡല് സിംഗിൾ ഓണർഷിപ്പാണ്. പവർ സ്റ്റിയറിംഗ് AC. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ 48,000. 48,000. 20 കിലോമീറ്റർ ആണോ? റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സർവീസ് എവിടെയാണ്? പുറത്താണോ? സർവീസ് കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസാണ്. ഓക്കെ, 2013 മോഡൽ അല്ലേ? അതെ. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. AC വരുന്നുണ്ട്. ACയും പവർ സ്റ്റിയറിംഗും മാത്രം, വാറൻറ്റി വരുന്നില്ല. ടയർ 4 പുത്തൻ ടയറുണ്ടല്ലേ? 4 ടയർ പുതിയതാണ്. 4 പുത്തൻ ടയറുണ്ട്. അതെ. അപ്പോൾ LXi പക്ഷേ വണ്ടി വേറെ നീറ്റാണ്. ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? എങ്ങനെയാണ് പ്രൈസ്? ഇതിൻ്റെ പ്രൈസ് 1,85,000 വരുന്നത്. 1,85,000 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസ് ഒരു 2.5 വർഷം കിട്ടും. സെലീരിയോ? ഇത് 2016 ZXi ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് VXiയോ? ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ZXi ആണല്ലേ? അതെ. ട്രിവാൻഡ്രം വണ്ടി. ഓണർഷിപ്പ് സിംഗിളാണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 95,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണോ? ഫുള്ളും കമ്പനി സർവീസ് ആണ്. അതെ അതെ. ഓക്കെ, ഇന്ത്യയിൽ കണ്ടിട്ട് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾ, എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ്, ABS, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. സിംഗിൾ ടയർ 4 പുതിയ ടയറാണ് കിടക്കുന്നത്. ടയർ 4 പുത്തൻ ടയറും ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ എടുത്തിട്ട് ചെയ്യാനില്ല. ഇല്ല. അപ്പം എങ്ങനെയാണ് എൻ്റെ പ്രൈസ്? ഇത് വന്നിട്ട് 3.10 റേഞ്ച് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ അതെ. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5 വർഷം വരെ ഫിനാൻസ് കിട്ടും. അത് മാരുതി A-Star. അതെ. എന്നാ ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2010 വണ്ടി. LXi ആണ്. പവർ സ്റ്റിയറിംഗ് AC. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ലേ? 30 വരെ പേപ്പർ ഉണ്ടല്ലോ അല്ലേ? 30 വരെ പേപ്പർ ഉണ്ട്. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് LXi ആണല്ലേ? LXi. AC പവർ സ്റ്റിയറിംഗ് മാത്രം. അതെ. ഓക്കെ, ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു 40-50% ടയറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1.5 ആണ് വരുന്നത്. 1.5 ആസ്കിംഗ് പ്രൈസ് അല്ലേ? എർട്ടിക ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2017 എർട്ടിക VXi സിംഗിൾ ഓണർഷിപ്പാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ, പിന്നെ എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. VXi വേരിയൻ്റ് അല്ലേ? അതെ, എയർ ബാഗ്, ABS വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഓക്കെ, സീറ്റർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിട്ടുണ്ട്. റൂഫ് AC വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലേ? CNG ആണ് വണ്ടി. CNG ആണ്? അതെ. CNG വേർഷൻ ആണല്ലേ?
CNG അഡീഷണൽ ഓർഡർ ചെയ്താണോ? CNG അഡീഷൻ ചെയ്തതാണ്. ഇതൊരു 26 മൈലേജ് കസ്റ്റമർക്ക് എങ്ങനെ പോലും കിട്ടും. ഓക്കെ, അപ്പോൾ അത് പെട്രോളും ഉണ്ട് CNG. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 630 വരുന്നത്. 630 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ഫിനാൻസോ? ഫിനാൻസ് നമുക്കൊരു 5 years വരെ ഫിനാൻസ് കിട്ടും. 85% വരെ ഫണ്ടിങ് ഉണ്ട്. ശരി. ഓൾട്ടോ എന്നോട് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. ആ, കിലോമീറ്റർ ഒരു 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18 ഉണ്ട് അല്ലേ? അതെ. റീപ്ലേസ്മെൻറ്റ് ആക്സസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് ആണല്ലോ? അതെ. ഓക്കെ. ഇതിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കണ്ടീഷൻ 6% മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ? അതെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ അല്ലേ? അതെ. അപ്പോൾ 18 എങ്ങനെ ബ്രോ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 290 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ചെറിയ വേരിയേഷൻ വരും. നെഗോഷ്യബിൾ ആയിരിക്കും. ഫണ്ടിങ് ഫിനാൻസോ? ഫിനാൻസ് 5 years വരെ കിട്ടും. 85%. വാഗണർ ഓട്ടോമാറ്റിക് ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2017 സിംഗിൾ ഓണർഷിപ്പാണ്. വെറും 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്? അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര പറഞ്ഞേ? കിലോമീറ്റർ 41,000. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റീപ്ലേസ്മെൻറ്റ് ആക്സസറി ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ? അതെ, കമ്പനി സർവീസ് ആണ് വരുന്നത്. ഓക്കെ. ഇൻ്റർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് CV വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. സ്ക്രാച്ചസ് വരെയെന്ന് പറഞ്ഞാൽ ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. എയർ കണ്ടീഷൻ ഒരു എത്ര ഒരു 49% ടയർ ഉണ്ട്. ഫ്രണ്ട് കുറച്ചൊരു കുറവാട്ടോ. അപ്പോൾ എങ്ങനെ എൻ്റെ പ്രൈസ്? 4,05,000 ആണ് വരുന്നത്. 4,05,000 രൂപ. അത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ വേരിയേഷൻ വരും. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5 വർഷം വരെ ഫിനാൻസ് 90% വരെ ഫണ്ടിങ് വരും. ശരി. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ആണ്. അറിയോ? ബെലനോ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ്, സെക്കൻഡ് വേരിയൻറ്റ്. 2017 വണ്ടി, സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. വിഷ്ണു കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞതിൻ്റെ? കിലോമീറ്റർ 75,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. സർവീസ് കമ്പനി സർവീസ് ആയിരിക്കും? കമ്പനി സർവീസ് ആണ്. ഓക്കെ. പിന്നെ 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, ഓട്ടോമാറ്റിക് AC, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ ഓട്ടോ മിറർ ഫോൾഡിംഗ്, ബാക്കിൽ ഡിഫോഗർ വൈപ്പർ, എയർ ബാഗ്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ബലനോടെ മൈലേജ് എങ്ങനെ വരും ബ്രോ? ഒരു 18 മുകളിൽ കിട്ടും മൈലേജ്. അങ്ങനെ വരാം. ടയർ കണ്ടീഷൻ ഒരു 50% ടയർ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വന്നിട്ട് 5,15 ആണ് വരുന്നത്. 5 ആസ്കിംഗ് പ്രൈസ്. അതെ. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 5 years വരെ ഫിനാൻസ് ഉണ്ട്. 90% വരെ ഫണ്ടിങ് ഉണ്ട്. ഓക്കെ. കിയ സോണറ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2023 IMT ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് IMT. ഓക്കെ. ഓക്കെ. IMT അല്ലേ? ക്ലച്ച് ഇല്ല. IMT മാനുവൽ ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. ക്ലച്ച് ഇല്ലെന്നേ ഉള്ളൂ. മാനുവൽ ഷിഫ്റ്റ് ആണ്, പക്ഷേ ക്ലച്ച് ഇല്ല. അതെ. ഓക്കെ. ഓക്കെ. സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്. അതിനകത്ത് എല്ലാം വരുന്നുണ്ട്, ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലേ? സൺറൂഫ് വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ക്ലച്ച് ഇല്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ക്ലച്ച് ഇല്ല, ഗിയർ മാറുക. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് 860 ആണ്. നമുക്ക് ഓഫർ പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ. ഫണ്ടിങ്ങോ? ഫിനാൻസ് നമുക്ക് 5 years വരെ ഫിനാൻസ് കിട്ടും. 90% വരെ ഫണ്ടിങ് ഉണ്ട്. വിഷ്ണു, നെക്സ്റ്റ് ബ്രസ CNG ആണല്ലേ? CNG ആണ്. എങ്ങനെ ഡീറ്റെയിൽസ്? ബ്രസ LXi സിംഗിൾ ഓണർഷിപ്പ് 2023 മോഡലാണ്. വെറും 38,000 കിലോമീറ്ററോ? 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഈ CNG ഇൻബിൽറ്റ് ആണോ അതോ CNG ആഡ് ഓൺ ചെയ്താണോ? CNG ആഡ് ഓൺ ചെയ്തതാണ്. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. എയർ ബാഗ് ഒക്കെ വരുന്ന ടൈപ്പാണ്. CNG ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ CNG ആഡ് ഓൺ ചെയ്യുമ്പോൾ മൈലേജ് എത്ര കിട്ടും? 26 മൈലേജ് കിട്ടും. ഓക്കെ. അപ്പം ബ്രസ CNG എങ്ങനെയാണ് പ്രൈസ്? ഇത് 745 വരും. 7.45. 745. അതെ. അപ്പോൾ ഫിനാൻസോ? ഫിനാൻസ് 5 years വരെ കിട്ടും. 90% വരെ ഫണ്ടിങ് ഉണ്ട് നമുക്ക്. ശരി. വിഷ്ണു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കാണിച്ചാലത് ഒരുപാട് വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ഒരു 150 കാറ് കിടപ്പുണ്ട്. അപ്പോൾ ഓടിച്ച് കാണിച്ചാണ്.